ഇതാണ് അയൽപ്പോരെന്ന് പറയുന്നത്. നമ്മൾ ഭാഷയിൽ പറഞ്ഞ അയൽപ്പോരാണ്. ഇതിൻ്റെ മത്സരാർത്ഥികളെന്ന് പറയുന്നത് വെളിയിൽ നിന്നും വന്ന ആരുമല്ല, സ്വന്തം കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളുണ്ട്, അയൽക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബാല്യകാല സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇവിടെ പഠിച്ചവർ ഉൾപ്പെടെയാണ് മത്സരിക്കുന്നത്. അതാണ് കൊല്ലം കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ്. 56 ഡിവിഷനാണ് കൊല്ലം കോർപ്പറേഷൻ ഈ പ്രാവശ്യം ഉള്ളത്. ഒരു 55 എന്നുള്ളത് 56ആയിട്ട് ഒന്ന് വർദ്ധിക്കുകയായിരുന്നു. 56 ഡിവിഷനാണ് ഇവിടുത്തെ നമ്മുടെ ഈ കൊല്ലം കോർപ്പറേഷൻ്റെ ഈ ജനപ്രതിനിധികളുടെ സീറ്റിൻ്റെ എണ്ണം. അതിൽ 28 പെൺകുട്ടികൾ 28 സ്ത്രീകളാണ് ഈ പ്രാവശ്യം മത്സര രംഗത്തുള്ളതെന്നുള്ളതാണ്. അത് തുല്യമായ രീതിയിൽ 56-ൽ 28 സ്ത്രീകളും 28 പുരുഷന്മാരുമാണ് ഈ രംഗത്ത് മത്സരിച്ചിരിക്കുന്നത്. എല്ലാവരും ഏറ്റവും അടുത്ത ആളുകളാണ്. അതാണ് നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയിലൊരു തമാശ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നു, നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽക്കാരുമായി മാറുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇതാണ് കേരളം, ഇതാണ് മലയാളി. ഈ പ്രത്യേകത ലോകത്തെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം, കണ്ടുപഠിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. സോണിക്കൊപ്പം പർപ്പിൾ മീഡിയ റിപ്പോർട്ടർ. വിജയത്തിന്റെ അനന്തദീർഘായുസ്സിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ജയമയാർന്ന ലാളിത്യ ജീവിതം കൊണ്ട് മനുഷ്യ ഹൃദയ അറകളിൽ വേഗത്തിന്റെ പൂമരം നട്ട നമ്മുടെ സ്വന്തം സഖാവ് ചങ്കുറപ്പിന്റെ യുവത്വ രാഷ്ട്രീയ ബോധ്യം കൊണ്ട് നല്ല രാഷ്ട്രീയത്തിന്റെ സുരക്ഷിതമെഴുതിയ ആദിന്റെ പ്രിയപ്പെട്ട മനുഷ്യ ഹൃദയ അറകളിൽ സ്വന്തത്തിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെ 5 പതിറ്റാണ്ട് പകൽ വെളിച്ചം പോലെ സുതാര്യമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് പൊതുജീവിതത്തിന്റെ വിശുദ്ധിയെ ഹിമാലയത്തോളം ഉയർത്തിക്കെത്തിയ കൊല്ലത്തിന്റെ വാക്കും മനസ്സുമായ മനുഷ്യസ്നേഹത്തിന് ആർദ്രതയുടെ നിലാമഴകൾ പകർന്ന നമ്മുടെ സ്വന്തം സഖാവ് AM ഇക്ബാലിനെ ചുറ്റിക അരിവാൾ നക്ഷത്രമട നമ്മളിൽ സ്നേഹസംഗീമെന്ന് ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ ജനവിധി തേടുന്ന സഖാവ് AM ഇക്ബാലിനെ നിങ്ങളുടെ ഹൃദയം
സർക്കാരിന് എതിരായി പ്രതികരിക്കും. ഈ തൊഴിലാളി നേതാവും സഖാവ് ഇക്ബാലിനെ കോർപ്പറേഷൻ ഏൽപ്പിക്കും. ഇനി സാധാരണക്കാരും സാധാരണക്കാർക്കും കാര്യങ്ങൾ എളുപ്പമാകും. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കി. മലയോര ഹൈവേ, ഗെയിൽ പൈപ്പ് ലൈൻ, വാട്ടർ മെട്രോ, ഡിജിറ്റൽ സയൻസ് പാർക്ക്, വ്യവസായ ഇടനാഴികൾ, KFO തുടങ്ങി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി. ലൈഫ് പദ്ധതിയിലൂടെ ഇതെന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ജീവിതത്തിന്റെ സമസ്ത ഇടങ്ങളിലും ഒന്നാമതായി മുന്നേറുന്ന ഇടതുമുന്നണിക്ക് കരുത്താകുവാൻ താമരപ്പുറം ഡിവിഷനിൽ മനുഷ്യസ്നേഹത്തിൽ നക്ഷത്രമടയാളത്തിൽ ജനവിധി തേടുവാനായി സൗമ്യതയുടെ മുഖശ്രീ കൊണ്ട് നാടിന്റെ പ്രിയപ്പെട്ട ജാതിമതഭേദമന്യേ ലക്ഷോപലക്ഷം വിശ്വാസികളുടെ അത്താണിയായ ശബരിമല കൊടുക്കുന്നതിന് വേണ്ടി അർഹതപ്പെട്ട ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടി മാസങ്ങളോളം സെക്രട്ടേറിയറ്റ് പടിക്കൽ കൊടും സമരത്തിലേർപ്പെട്ടപ്പോൾ അത്യാർഭാടത്തിന്റെ ആഡംബരത്തിലൂടെ അഗതികളുടെ നിലവിളികൾക്ക് കാതുകൊടുക്കാതെ കടന്നുപോയ മനുഷ്യത്വം തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത അധമന്മാർക്ക് ഇനി നമ്മുടെ കോർപ്പറേഷനിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കാലം കാത്തുവെച്ച സമയമിതാ ആഗതമായിരിക്കുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ചക്രവർത്തികളെന്ന ഈ നരാധവന്മാരെ ജനകീയ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ മായാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. വിശ്വാസികൾ ആദ്യമായ കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൊല്ലം കോർപ്പറേഷൻ വടക്കുംഭാഗം മത്സരിക്കുന്ന ജനപക്ഷ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സംസ്ഥാനാവകാശം വോട്ടുകളായി നൽകി നിർമ്മിത ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥി ഉരുള ജോസഫ്, നമ്മുടെ ചിഹ്നം കൈപ്പത്തി. സഹോദരനായി ദുരിതബാധിതർക്ക് പരിഹാരങ്ങളുടെ പൂർത്തിയാക്കി കൊല്ലത്തെ കായിക മേഖലയ്ക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത സാന്നിധ്യം കൊല്ലം ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് കുരുവിള ജോസഫാണ് നമ്മുടെ സ്ഥാനാർത്ഥി. കൈപ്പത്തിയാണ് നമ്മുടെ ചിഹ്നം. വോട്ട് ചെയ്യും.